അപ്പോൾ ഇന്നലെ KC ഉമേഷ് ബാബു ഒരു TV ചർച്ചയിൽ പറയുകയാണ്, ഈ സമരത്തിന് വന്നവരെ നിങ്ങൾ നോക്കണ്ട, ഈ സമരത്തിന് വരാത്തവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് പേര് വരാത്തവരുണ്ട്, എന്തുകൊണ്ടവർ വന്നില്ല എന്ന് അന്വേഷിക്കണം. കാരണം ഈ മനുഷ്യൻ്റെ മകൾക്ക് വേണ്ടി സമരം ചെയ്യാൻ അവരില്ല. അവർക്കറിയാം ഈ കേസിലെ വസ്തുത. ശരിക്കും പിണറായി വിജയനെതിരെയാണ് കേസെങ്കിൽ പിന്നെയും ഒരു മെരിറ്റുണ്ട് ഈ ബഹളം വയ്ക്കുന്നതിന്. ഇത് പിണറായി വിജയനെതിരെ അല്ല, പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള കേസാണ്. അതും കമ്പനി കേസാണ്. അതുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇടപെട്ടിട്ടുള്ളത്. അവർ കമ്പനി നിയമം എവിടെയെങ്കിലും ലംഘിച്ച് ആൾക്കാർ കാശ് വെട്ടിക്കുന്നുണ്ടോ, അത് കമ്പനിയുടെ ഡയറക്ടർ ബോർഡാവാം, ഉടമസ്ഥൻ തന്നെ ആവാം, ഷെയർ ഹോൾഡേഴ്സ് ആവാം, ആരുമാകാം. ഇതന്വേഷിക്കാനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അവരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ അതിൽ വന്നാലും പോയാലും വീണയ്ക്ക് പിഴയേ ഉണ്ടാകുള്ളൂ എന്നാണ് എൻ്റെ അസസ്മെൻറ്റ്. തടവിന് വിധിക്കാം, പക്ഷേ തടവിന് വിധിക്കാറില്ല. സാധാരണ ഇതിലിപ്പോൾ ഇൻകം ടാക്സ്, അതിലും തടവിന് വിധിക്കാം, പക്ഷേ തടവിന് കൊടുക്കാറില്ല. പിഴയിടിക്കും, തടവ് ഇളവ് ചെയ്ത് കൊടുക്കും. കാരണം ഫൈനലി ഇൻകം ടാക്സുകാർ കാണുന്നത് ഒരുത്തൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ്. അതാണ് 30%, 40% വയ്ക്കുമെന്നൊക്കെ നമ്മൾ പറയുന്നത്, നിയമം. അപ്പോൾ ഇവന് ഈ ഉണ്ടാക്കിയവനൊരു ദണ്ണമില്ല, ഞാനുണ്ടാക്കിയ കാശ് വെറുതെ അവന് കൊടുക്കാൻ. അപ്പോൾ അവൻ കുറേ കള്ളത്തരമൊക്കെ കാണിക്കും, അത് നമ്മൾ പിടിക്കും, അതിനെ പിഴയിടും. പിന്നെ അവനെ കൊണ്ടുപോയി ജയിലിലും ഇടരുത്. കാരണം ആഫ്റ്റർ ആൾ രാജ്യത്തിന് സമ്പത്തുണ്ടാക്കുന്ന ടീമാണ് ഇവരെല്ലാം. അപ്പോൾ അവരെ ഒരു സമ്പത്തുണ്ടാക്കുന്നത് തെറ്റ്, ആ സമ്പത്തുണ്ടാക്കിയ ജയിലിലാകും എന്നുള്ളൊരു സ്ഥിതി, ഒരു മെസ്സേജ് പോകരുതല്ല. അതുകൊണ്ട് ഈ ഫൈനാൻഷ്യൽ, നമ്മളിതിന് തട്ടിപ്പ് അത് ഇതെന്നൊക്കെ പറയുമെങ്കിലും ആഫ്റ്റർ ആൾ ഒരു സർക്കാരിന് കൊടുക്കാനുള്ള കാശ് ഏറ്റവും കുറവ് കൊടുക്കാൻ എല്ലാ മനുഷ്യരും ശ്രമിക്കും. നമ്മളെല്ലാം ചെയ്യുന്നതാണ്. ഇത് ലാർജ് സ്കെയിലിൽ കമ്പനിക്കാർ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തടവ് ശിക്ഷയുണ്ടാകും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിഴയായിരിക്കും. ആ പിഴയും അടച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ.